വിശ്വകർമ്മജരുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി എം ലിജു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വകർമ്മജരുടെ പ്രശ്നം അനുഭാവപൂർണമായി പരിഗണിക്കുകയും ആത്മാർത്ഥമായി പരിഹരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജം വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണത്തൊഴിൽ മേഖലയിലെ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർഷിക കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇവിടെ അധ്യക്ഷ പ്രസംഗൻ പറഞ്ഞതുപോലെ കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം വിശ്വകർമ്മ സമൂഹം ബുദ്ധിശക്തി കൊണ്ടും അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ കൊണ്ടും വളരെ പ്രസക്തമായ ഒരു സമൂഹമാണ്. ഞാൻ ഓർക്കുന്നു, ഡൽഹിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു തവണ പാർട്ടിയുടെ ഒരു പരിപാടിയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസർ ഉണ്ട്, ലോകപ്രശസ്തനായ സാം പിട്രോഡ. സാം പിട്രോഡയെ ഞങ്ങളവിടെ വെച്ച് കാണാനിടയായി. സാം പിട്രോഡയുടെ മുഴുവൻ പേര് സത്യനാരായണ പിട്രോഡ എന്നാണ്. സത്യനാരായണ പിട്രോഡ നമ്മുടെ രാജ്യത്തെ വിശ്വകർമ്മ സമുദായത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. സാം പിട്രോഡ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ടെക്നോക്രാറ്റായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സാം പിട്രോഡയ്ക്കായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒന്ന് മുന്നോട്ട് വരാൻ തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സാം പിട്രോഡയെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ സാം പിട്രോഡ ആവശ്യപ്പെട്ടത് 1 രൂപയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി 1 രൂപ ശമ്പളത്തിൽ നാട്ടിലെത്തി അദ്ദേഹം സൃഷ്ടിച്ചതാണ് നമ്മുടെ നാടിൻ്റെ ടെലിഫോൺ നെറ്റ്വർക്ക്. പഴയ കാലഘട്ടത്തിലേക്ക് ഒരു ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു വീട്ടിൽ മാത്രമായിരുന്നു ഒരു ഫോൺ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ നാട്ടിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സംവിധാന പ്രകാരം നാട്ടിലാകമാനം ടെലിഫോൺ ബൂത്തുകളായി. പിന്നീട് ഫോൺ മാറി. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരും നാട്ടിലില്ല. ഞാനത് എടുത്തു പറയാൻ കാരണം വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ സമൂഹം ജന്മം നൽകിയ ഏറ്റവും മഹാനായ ഒരു വ്യക്തിയുടെ പേര് കൂടി നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. സാം പിട്രോഡ, സത്യനാരായണ പിട്രോഡയെ നമ്മൾ അറിയേണ്ടതാണ്. സമാജം പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഈ ഹാള് നിറഞ്ഞ ആളുകൾ, മറ്റൊന്ന് ഈ വേദി നിറഞ്ഞ് ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ. ആ 2 കാര്യം കൊണ്ട് വളരെ സന്തോഷമാണ്. നമ്മളറിയാം, കായംകുളത്ത് 26ാമത് വർഷത്തിലേക്ക് നടക്കുകയാണ് കായംകുളം വിശ്വകർമ്മ സേവാ സമാജം എന്നുള്ള സംഘടന. ഈ 25 വർഷവും ഈ സംഘടനയുടെ യൗവനയുക്തമായ പ്രവർത്തനമായി. എന്നാൽ ഈ 25ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയില് കായംകുളം മുതിർന്ന പേച്ചമ്പൂരിന് സമീപം ഈ സമുദായ സംഘടനയ്ക്ക് ഒരു ചെറിയ വസ്തു, ഒരു 2.25 സെന്റ് വസ്തു വില കൊടുത്തു വാങ്ങി അതിലൊരു കെട്ടിടം വിൽക്കുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗം കൂടി ഇന്ന് നമ്മൾ വിളിച്ചത്. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ സമുദായ സംഘടന വലിയ തലയെടുപ്പുള്ള ആളുകളൊന്നുമില്ലാത്ത ഒരു സമുദായ സംഘടന. എന്നാൽ ഈ സമുദായ സംഘടനയുടെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവർത്തനം ചിന്തിക്കുമ്പോൾ ഈ സമുദായ സംഘടന കൈവെക്കാത്ത ഒരു മേഖലയുമില്ല, ഒരു മേഖലയും. SSLC+2 അവാർഡുകൾ വിതരണം ചെയ്തു. പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എസ് അംബിക, BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, ജെ രാധാകൃഷ്ണൻ, രഞ്ജിതം ജനാർദ്ദനൻ, PC ഗോപാലകൃഷ്ണൻ, T അശോക് കുമാർ, P വേണുഗോപാലനാചാരി, P ഹരിഹരൻ, K രംഗസ്വാമി, R രാധാകൃഷ്ണൻ, രംഗം മുരുകൻ, ദിവ്യ ബാലാജി, സരിത ജയൻ, C കുമരേഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.